ഹലോ ഫ്രണ്ട്സ്, എവർക്കും ചെറിയ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ടും തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണണം. ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന മിക്സർ, കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മിക്സർ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യമായിട്ട് മിക്സറിനുള്ള മാവ് റെഡിയാക്കാം. ആദ്യമായിട്ട് കടലപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും മതിയോ. കടലപ്പൊടി പിന്നെ കുറച്ച് അരിപ്പൊടി ഇതിൽ ചേർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇതിലേക്കായിട്ട് അരിപ്പൊടി ചേർക്കുകയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരുവിധം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമുക്കതുപോലെ ചെയ്യാം. വെള്ളം നോക്കിയിട്ട് ഓക്കെ, നമ്മുടെ മാവ് ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മറ്റൊരു സാധനം കൂടെ റെഡിയാക്കാനുണ്ട്. പിന്നെ ബൂന്തി എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. ഈ മിക്സറിനകത്ത് ഇങ്ങനെ ഒരു കുരുപോലെ കിടക്കുന്നൊരു സാധനമല്ലേ, അതിൻ്റെ മാവ് റെഡിയാക്കാം. അപ്പോൾ വേറൊരു പാത്രത്തിൽ നമ്മൾ ഈ ബൂന്തിക്കുള്ള മാവ് റെഡിയാക്കാൻ പോണേ. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതിയാവും. അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് ശരിക്കും വെള്ളം പരുവായി കിട്ടണം, എന്നാലേ ഇത് നമുക്ക് ബൂന്തി കറക്റ്റായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിക്സർ പോലെയൊക്കെ ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ ബൂന്തിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ദോശ മാവിനൊക്കെ കുഴക്കില്ലേ, ആ ഒരു പരുവായി കിട്ടണം. നല്ലോണം വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് നല്ല ശരിക്കും മിക്സായി കിട്ടണം. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ടെന്ന് തോന്നണം. ഇനി ഒന്ന് മറിച്ചിട്ട് നോക്കാം. ഓക്കെ, ഈ സൈഡ് വേവട്ടെ. ഒരുപാട് സമയം വേവിക്കേണ്ട ആവശ്യമില്ല, ഒരു 10-30 സെക്കൻഡൊക്കെ വേവിച്ചാൽ മതിയും. അപ്പോൾ ഇതിൻ്റെ സേവ് റെഡി ആയി കിട്ടും.
അപ്പോൾ ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഒരുപാട് ഇട്ടിട്ട് നമ്മൾ വേവിക്കണം. അപ്പോൾ പിന്നെ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വേവിച്ചാൽ മതിയാവും. ഒരു ഏകദേശം 30 സെക്കൻഡ് ഒക്കെ വേവിച്ചാൽ മതിയാവും. ഒരു കളറിങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇത് കോരിയെടുക്കണേ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പിക്ചറിൻ്റെ വർക്ക് കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം മൊത്തമായിട്ട് അങ്ങോട്ട് അപ്പോൾ ഇതിൻ്റെ മിക്സറിൻ്റെ സേവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്തായിട്ട് ബൂന്തി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ബൂന്തി തയ്യാറാക്കാൻ പോണേ. അപ്പോൾ അതിനായിട്ട് മാവ് ഇങ്ങനെ ഒരു ഹോളുള്ള കയ്യിലെടുത്തിട്ടുണ്ട്. ആ കയ്യിലേക്ക് ഇത് ഒഴിക്കണം. സാധനം ഇങ്ങനെ ഓട്ടോമാറ്റിക് വീണുകൊണ്ടിരുന്നോളും. ഇത് എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു കറക്റ്റായിട്ട് വീഴും. ഓക്കെ, ഒരുപാടൊന്നും വേവിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു 10-15 സെക്കൻഡ് കൊണ്ടൊക്കെ ഇത് വെന്ത് കിട്ടും. നമുക്കിത് കോരിയെടുക്കാം. ഒരു കുറച്ച് കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടി നമ്മൾ ഈ എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. വറുത്ത പൊട്ടുകടല റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ എണ്ണയിൽ. കുറച്ച് ചതച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എനിക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക്, ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിക്സർ ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതിലേക്കായിട്ട് മുളക് പൊടി പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണം. നമുക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മുളക് പൊടി അധികം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം, നമ്മൾ താല്പര്യം പോലെ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് മിക്സ് ചെയ്യരുത്, പൊടിഞ്ഞു പോകും, വല്ലാതെ പൊടിഞ്ഞു പോകും. മിക്സർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മിക്സർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വായോ, എല്ലാവരും വാ. കഴിച്ചു നോക്ക്, എല്ലാവരും കഴിച്ചു നോക്ക്. കഴിച്ചിട്ട് അഭിപ്രായം പറയണം കേട്ടോ.
നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങണ മിച്ചറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? സൂപ്പറായിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇവർ കഴിച്ചു നോക്കിയിട്ട് സൂപ്പറായിട്ടുണ്ടെന്നാണ് പറയണത്. അത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ